കറണ്ട് ചാർജ് കൂടുന്നതുകൊണ്ടാണ് നമ്മൾ സൗരയൂഥ പദ്ധതി എന്ന് പറഞ്ഞ് കേട്ട് അതിലേക്ക് വന്നത്. ഈ പദ്ധതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റേ KSEBയുടെ സബ്സിഡി ഉള്ള പദ്ധതി ആയതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തെടുത്തത്. പിന്നെ മൂപ്പൻസിലേക്ക് വരാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ആലുവ ആയതുകൊണ്ട് മൂപ്പൻസ് എനിക്ക് അപ്രോച്ചബിൾ ആയിരുന്നു. പിന്നെ അവരുടെ സർവീസും നല്ലതായെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ മൂപ്പൻസ് സെലക്ട് ചെയ്തു. റൂഫ് ടോപ്പ് സ്ട്രക്ചർ കൺസിഡർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞാണ് മൂപ്പൻസിനെ കോൺടാക്ട് ചെയ്യുന്നത്. മൂപ്പൻസ് ഒരാഴ്ചക്കകം ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി. അത് കഴിഞ്ഞ് നമ്മൾ എമൗണ്ട് പേ ചെയ്തു. പേയ്മെൻറ്റ് നടത്തിയതോടുകൂടി നമുക്ക് 1 വീക്കിനകം മെറ്റീരിയൽ ഡെലിവറിയും അതിൻ്റെ നെക്സ്റ്റ് വീക്കിൽ ഇൻസ്റ്റലേഷനും കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് വിത്തിൻ 1 വീക്ക് KSEB വന്ന് അത് ഓൺ ചെയ്ത് ഇപ്പോൾ നമ്മളുടെ വീട് KSEB സൗരയൂഥ പദ്ധതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലായത്, ഇപ്പോൾ ഞങ്ങൾ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യുന്നുണ്ട്, AC യൂസ് ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. എന്നിട്ടും ഈ പ്രാവശ്യത്തെ ബില്ല് വന്നേക്കുന്നത് മിനിമം ചാർജിലാണ് വന്നേക്കുന്നത്. സാധാരണ നമുക്ക് 3000 to 4000 ആണ് റേഞ്ച് വരാറ്. ഈ പ്രാവശ്യം അത് ജസ്റ്റ് മിനിമം ചാർജ് ആയത് മീറ്റർ റെൻ്റായ 90 rupees 90 രൂപ മാത്രമേ വന്നിട്ടുള്ളൂ. മൂപ്പൻസിനെ വിളിച്ചിട്ട് അവിടെ നിന്നുള്ള റെസ്പോൺസ് വളരെ ക്വിക്കായിരുന്നു. വിത്തിൻ 1 വീക്ക് ഇവിടെ വന്ന് അവരുടെ ഇൻസ്റ്റലേഷനും എല്ലാം നമുക്കൊന്നും അറിയേണ്ട വന്നിട്ടില്ല. സാധാരണ ഇതും മേടിച്ചു കൊടുക്കണം എന്ന് പറയാറുണ്ട്. പക്ഷേ മൂപ്പൻസിന്ന് വന്നിട്ട് ആരും ഒന്നും ചോദിച്ചില്ല, നമ്മളൊന്നും പ്രത്യേകിച്ച് മേടിച്ചു കൊടുത്തില്ല. അവരെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കറക്റ്റായിട്ട് പോയി. പിന്നെ മൂപ്പൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവരുടെ സ്റ്റാഫിനോട് ധൈര്യമായിട്ട് ചോദിക്കാൻ പറ്റും. ഇവിടെ എല്ലാവരും വന്ന് ചോദിക്കാറുണ്ട് ഇതെവിടെയാണ് ചെയ്തത്, കാരണം ഇത്ര പെട്ടെന്ന് എവിടെ നിന്നാണ് വെച്ചതെന്ന്. അപ്പോൾ ഞാൻ പറയാറുണ്ട് ഇത് മൂപ്പൻസിൻ്റെ വഴി ചെയ്തു. ഞാൻ ആക്ച്വലി മൂപ്പൻസ് എൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സിനും വീട്ടുകാർക്കും റെഫർ ചെയ്തിട്ടുണ്ട്.